അഭിലാഷ്, ഈ മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കേരളത്തിന് ഇന്ന് ലീഡ് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ അവസാനം ഉണ്ടായ വിക്കറ്റ് വീഴ്ചയാണ് ഏറ്റവും നിർണായകമായത്. പ്രത്യേകിച്ചും സച്ചിൻ ബേബി ഒരു വീരോചിത ഇന്നിംഗ്സ് കാഴ്ചവെച്ച ശേഷം 98 റൺസിൽ പുറത്താകുമ്പോൾ അതും കരുൺ നായർ എന്ന മറ്റൊരു മലയാളിയുടെ കൈകളിൽ സച്ചിൻ ബേബിയുടെ വിക്കറ്റ് അവസാനിക്കുമ്പോൾ മുതൽ തുടങ്ങി കേരളത്തിന്റെ പ്രതീക്ഷയ്ക്കേറ്റ മങ്ങൽ. 98 റൺസാണ് സച്ചിൻ ബേബി നേടിയത്. നേരത്തെ ആദിത്യ സർവാട്ടെ, വിദർഭയുടെ മുൻ താരമായിട്ടുള്ള സർവാട്ടെ 79 റൺസ് എടുത്തിരുന്നു. പിന്നീട് സൽമാൻ നിസാർ 21 റൺസ്, മുഹമ്മദ് അസറുദ്ദീൻ 34 റൺസ് എടുത്ത് പുറത്തായി. ജലജ് സക്സേനയുടെ വിക്കറ്റാണ് മറ്റൊരു നിർണായക തിരിച്ചടിയായത്. അതായത് 28 റൺസിനാണ് ജലജ് സക്സേനയെ രഖാഡെ ബൌൾഡാക്കിയത്. അതോടുകൂടി കേരളത്തിന്റെ പ്രതീക്ഷകൾക്കും വലിയ മങ്ങൽ, പ്രത്യേകിച്ച് ലീഡ് നേടാമെന്നുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. എന്താണെങ്കിലും ഇനിയും നമ്മൾ പ്രതീക്ഷ പുലർത്തുന്നു. കാരണം രഞ്ജി ട്രോഫിയിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടുക എന്നുള്ളത് നിർണായകമാണ് എന്നിരിക്കെ തന്നെ ഈ 2 ദിവസം കൂടി ശേഷിക്കുന്ന മത്സരത്തിൽ ഒരു റിസൾട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. നമ്മോടൊപ്പം ഈ കേരളത്തിന്റെ KCAയുടെ അല്ലെങ്കിൽ കേരള ടീമിന്റെ അണ്ടർ-14, അണ്ടർ-16 ടീമിന്റെ ടീം അംഗങ്ങൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഇവരൊക്കെ ഈ ചേട്ടന്മാർക്ക്, സീനിയർ ടീം അംഗങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി എത്തിയതാണ്. ഒപ്പം അഭിഷേക് മോഹൻ മുൻ രഞ്ജി ട്രോഫി പ്ലെയറാണ്. ഒപ്പം മറ്റു പരിശീലകരുമൊക്കെ ഉണ്ട്. ഡേവിഡ്, ഞാൻ എല്ലാവരും പരിചയപ്പെടുത്താം. ഈ ആദ്യം അഭിഷേക്, ഈ ലീഡ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്നുണ്ടോ? ലീഡ് കിട്ടിയില്ല എന്നുള്ളത് നിരാശയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കളി കണ്ട് എനിക്ക് തോന്നുന്നു ഈ വിക്കറ്റ് റിസൾട്ട് വരുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇനി 2 ദിവസമുണ്ട്. അപ്പോൾ വിക്കറ്റ് കുറച്ച് സ്പിന്നിനെ കുറച്ച് ഒന്ന് അനുകൂലിച്ചു തുടങ്ങി വിക്കറ്റ്. അപ്പോൾ എനിക്ക് റിസൾട്ട് എന്തായാലും വരും. 2 ദിവസം നമുക്ക് നല്ല സ്പിന്നേഴ്സ് ഉണ്ട്, സർവാത്തയുണ്ട്, ജലജുണ്ട്. അപ്പോൾ എന്തായാലും റിസൾട്ട് വരും. നമ്മൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് മാച്ച്. നമ്മൾ നന്നായിട്ട് നാളെ എറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ നാളെ എളുപ്പം ഓൾ ഔട്ട് ആക്കിയിട്ട് നമുക്ക് തിരിച്ച് ചേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അതാണ് ഏറ്റവും 37 റൺസിന്റെ മാത്രം ലീഡാണ്. അപ്പോൾ അതിൽ നാളെ ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷ വയ്ക്കാം നമുക്ക്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ചേർന്ന് നിങ്ങൾ അവിടെ സ്റ്റേഡിയത്തിൽ വലിയ ആരവമായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ ചേട്ടന്മാരെ കളി കണ്ടിട്ട് എന്ത് തോന്നി? വിക്കറ്റ് തിരിയാൻ തുടങ്ങി. അപ്പോൾ 2 ദിവസം കൊണ്ട് അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. പിന്നെ അവർ അതിനനുസരിച്ചുള്ള ഫീൽഡ് സെറ്റപ്പ് നല്ല സ്ഥലത്ത് തന്നെ എറിഞ്ഞുകൊണ്ടിരുന്നവർ. എന്തായാലും റിസൾട്ട് അറിയാം 2 ദിവസം കൊണ്ട്. നാളെ അവർ ഓൾ ഔട്ട് ആയാൽ മറ്റന്നാളെ ചാൻസ് ഉണ്ട്. ഈ സ്റ്റേഡിയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വിളികൾ കേൾക്കാം. യോദ്ധാവ്, അതല്ലേ യോദ്ധാവ് എന്നല്ലേ? എന്താ വിളിക്കുന്നത്? യോദ്ധാവ്. ഇത് ആരാണ് പറഞ്ഞത്? ആരാണ് ഇങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചത്? കേരളത്തിന്റെ കോച്ചാ മേഖുറേസിയ. അതിന്റെ മീനിങ് ഫൈറ്റർ. അതെ. അപ്പോ ക്രീസിൽ നിൽക്കുന്ന പിന്നെ ബാറ്റർമാർക്ക് പ്രചോദനം കൊടുക്കുക അല്ലെ? എല്ലാരും ഇങ്ങനെ ഈ ഫീൽഡിൽ മാത്രമാണ് തിളങ്ങുള്ളൂ, മിണ്ടൂല. വാ ഇങ്ങ് വാടാ. ആരാ ഏറ്റവും ഇതിന്റെ ലീഡർ? ഈ അണ്ടർ-14 ടീമിന്റെ ക്യാപ്റ്റൻ ആരാ? അണ്ടർ-14 ടീമിന്റെ ക്യാപ്റ്റൻ ഏതാ? ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ പേരെന്താ? ദേവർഷ്. ക്യാപ്റ്റൻ അല്ല, വൈസ് ക്യാപ്റ്റൻ ആണ്. ക്യാപ്റ്റൻ വന്നിട്ടില്ലേ? ക്യാപ്റ്റൻ വന്നിട്ടില്ല. കുഴപ്പമില്ല, വൈസ് ക്യാപ്റ്റൻ മതി. വൈസ് ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കേരളത്തിന്റെ മത്സരം? കളി നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് സന്തോഷത്തിൽ വീട്ടിൽ പോകാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ 2 ദിവസം ഉണ്ട്. അപ്പം ഹോപ്പുണ്ട്. ഇനി നല്ലൊരു എഫേർട്ടായിരുന്നു നമ്മളെ ചേട്ടന്മാരുടെ. ഇനിയും പ്രതീക്ഷിക്കാം 2 ദിവസം. ശരി. ഈ നിങ്ങൾ അവിടെ നിന്ന് പ്രോത്സാഹനം കൊടുത്തപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡിൽ എന്താ? ഈ രഞ്ജി ട്രോഫിയുടെ ഒരു ഫൈനൽ വേദി ചേട്ടന്മാരെ കളിക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് കൈയടിക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തല്ലോ. എന്താണ് നിങ്ങളുടെ എല്ലാവരുടെ മൈൻഡിൽ? നമുക്ക് ഫ്യൂച്ചറിൽ കളിക്കാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണ് അവിടെ അത് ചെയ്യുമ്പോൾ. അപ്പം ഓബിയസ്ലി അത് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അല്ല, KCAക്ക് താങ്ക് യു പറഞ്ഞു. ഓക്കെ, ഇനി അണ്ടർ-16 ക്യാപ്റ്റൻ ഉണ്ടോ ഇതിന്റെ അകത്ത്? നിഷാൻ. വാ, കണ്ടോ 2 ക്യാപ്റ്റൻ. അപ്പൊ വൈസ് ക്യാപ്റ്റൻ ഉണ്ടോ? ഇനി അണ്ടർ-14 വൈസ് ക്യാപ്റ്റൻ ഇല്ലാത്ത വൈസ് ക്യാപ്റ്റൻ ആരാ? ജോഹാൻ. അണ്ടർ-16 നിഷാൻ അല്ലേ അണ്ടർ-16 ക്യാപ്റ്റൻ? ഓക്കെ, നിഷാൻ. ഈ അവിടെ നിന്ന് വിളിച്ച എന്തൊക്കെയാണ്? കൈയടിക്കും, പിന്നെ യോദ്ധാവ്. അത് ബാറ്റ്സ്മാൻമാർക്ക് പ്രചോദനം, പിന്നെ നമ്മുടെ ടീമിനും പ്രചോദനമായിട്ട് അതാണ്. ഓക്കെ, വൈസ് ക്യാപ്റ്റൻ ആരാണ്? പേരെന്താ? ജോഹാൻ. ജോഹാന്റെ വീട് എവിടെ? കോട്ടയം. കോട്ടയം. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടെ സ്റ്റേഡിയത്തിൽ വന്ന ഈ എക്സ്പീരിയൻസ് ഒക്കെ? അത് വേറൊരു ഫീലാണ്. രഞ്ജി ട്രോഫി ഫൈനല് കാണാന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം കേരളം കയറുമ്പോൾ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് നല്ല രസമുണ്ട് കളി കാണാൻ. അത് പക്ഷേ ലീഡ് പോയാലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ ഇനി 2 ദിവസം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു നല്ലൊരു ഹോപ്പുണ്ട്. കേരളം ജയിക്കുക തന്നെ ചെയ്യും. ഒറ്റയ്ക്ക് പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചതെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാമോ? എല്ലാരും കൂടി ചേർന്നിട്ട് എങ്ങനെയായിരുന്നു? ഇവർ 2 തരത്തിലാണെന്ന് തോന്നുന്നു. കയ്യടിക്കും, ഒപ്പം യോദ്ധാവ്. ആദ്യം കയ്യടി ഒന്ന് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ആരായിരുന്നു ലീഡ് ചെയ്യുന്നത്? തോമസ് ആണ് ഇവിടുത്തെ ഓപ്പോസിറ്റ്. പറ, ഒന്ന് ലീഡ് ചെയ്യാവോ? റെഡി. ഇതൊന്ന് അടുത്തത് ഓരോ ഓവർ കഴിയുമ്പോഴും ഒരു വിളിയാണ്. സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു വിളിയം ഉയരും. അതാണ് വിദർഭ സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ട ശ്രദ്ധേയമായിട്ട് കാര്യം. പറയാം, അതൊന്ന്
അത് നമ്മളെ ഒരു ബാറ്റ്സ്മാൻമാർക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി നമ്മളെ കോച്ച് പറഞ്ഞാണ്. അപ്പോൾ അത് അവർക്ക് നന്നായി നമ്മൾ എത്തിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാമോ? അറിയാം. 3, 2, 1 യോദ്ധാവ്. ഈ എനർജി ആയിരുന്നു കേരളത്തിന്റെ ബാറ്റർമാർക്ക് പലപ്പോഴും പ്രചോദനമായതെന്ന് തോന്നുന്നു. യോദ്ധാവ് എന്ന് അവർ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇവർ പലപ്പോഴും ആ വേദിയിൽ ഇരുന്ന് സ്റ്റേഡിയത്തിൽ ഓരോ ഓവർ കഴിയുമ്പോൾ എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷം. 2 പരിശീലകർ കൂടിയുണ്ട്, അവരെ കൂടി ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട്. ഡേവിഡ്, അനീഷ് ചേട്ടൻ, ഡേവിഡ്. ഓക്കെ, അനീഷ് ചേട്ടൻ ഇപ്പോ 14 ടീമിന്റെ കോച്ച് ടീമിന്റെ കോച്ചാണ്. 16-നും 14-നും അസിസ്റ്റന്റ് കോച്ചാണ്. ശരി, എന്താണ് പ്രതീക്ഷിക്കുന്നത് നാളെ കേരളത്തിന്റെ കളിയിൽ? ഇനിയും 2 ദിവസം ഉണ്ടല്ലോ, ടെസ്റ്റ് മാച്ചാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷ തന്നെയാണുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, അപ്പോ എന്താണെങ്കിലും കേരളത്തിന്റെ ഈ മത്സരത്തിൽ ഇവർക്ക് ഏറ്റവും ആരവമായി ആവേശമായി നിന്നത് ഈ കുട്ടികളാണ്. അണ്ടർ 14 അണ്ടർ 16 കേരള ടീം അംഗങ്ങൾ. നമ്മൾ മത്സരത്തിലേക്ക് തിരികെ എത്തിയാൽ ഇവർ സൂചിപ്പിച്ച ഒരു കാര്യം പ്രധാനമാണ്. ഈ ട്രാക്ക്, ഈ പിച്ചിൽ നാളെയും മറ്റന്നാളും റിസൾട്ട് വരും എന്നുള്ളതാണ് എല്ലാവരും പ്രവചിക്കുന്നത്. ഇവിടുത്തെ ക്രിക്കറ്റ് വിദഗ്ധരും ഈ വിദർഭയിലെ തന്നെ ക്യൂറേറ്റർമാരുമൊക്കെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നതും അക്കാര്യത്തിൽ തന്നെയാണ്. റിസൾട്ട് ഉണ്ടാകും, ഒരു സമനിലയിലേക്ക് അവസാനിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പക്ഷേ അവിടെ നേരിടുന്ന കേരളത്തിന് വരാൻ പോകുന്ന ഒരു വെല്ലുവിളി 4th ഇന്നിംഗ്സിൽ കേരളം കളിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് പ്രതീക്ഷ പുലർത്താം. കേരളത്തിന്റെ ബാറ്റർമാർ, കേരളത്തിന്റെ സ്പിന്നർമാർ ആദ്യം നാളെ പ്രത്യേകിച്ചും ജലജ് സക്സേനയും സർവാട്ടെയും കൃത്യമായിട്ടും വിദർഭയുടെ ബാറ്റർമാരെ കുരുക്കുമെന്നും അതിവേഗത്തിൽ കേരളത്തിന് ബാറ്റിംഗിന് ഇറങ്ങാൻ കഴിയുമെന്നും ഏറ്റവും ഒടുവിൽ 4ാമത്തെ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും കേരളത്തിന് കൃത്യമായിട്ടുള്ള ഒരു ജയം സ്വന്തമാക്കാൻ കഴിയുമെന്നും ഒരിക്കൽ കൂടി നമ്മൾ പറയുമ്പോൾ 342 റൺസിനാണ് കേരളം പുറത്തായത്. 37 റൺസിന്റെ ലീഡാണ് 1ാം ഇന്നിംഗ്സിൽ വിദർഭ സ്വന്തമാക്കിയത്. 37 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ വിദർഭയ്ക്ക് ഇനി കേരളത്തെ 2ാം ഇന്നിംഗ്സിൽ എങ്ങനെ മെരുക്കാൻ കഴിയുമെന്നുള്ളതാണ് കാത്തിരുത്ത് കാണേണ്ടത്. നാളെ 4ാം ദിനമാണ്. 4ാം ദിനത്തിൽ കേരളത്തിന് ബാറ്റിംഗ് അത്ര എളുപ്പമല്ല എങ്കിൽ പോലും കേരളത്തിന് മികവ് കാട്ടാൻ കഴിഞ്ഞാൽ, ബൌളർമാർക്ക് പ്രത്യേകിച്ച് മികവ് കാട്ടാൻ കഴിഞ്ഞാൽ, ചെറിയൊരു സ്കോറിൽ വിദർഭയെ പുറത്താക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും കേരളത്തിന് സാധ്യതയുണ്ട്, പ്രതീക്ഷയുണ്ട്. വിജയപ്രതീക്ഷ നിലനിർത്തുകയും ചെയ്യാം. അഭിലാഷ്.